ഫേക്ക് വീഡിയോ കൊണ്ട് നിറയുകയാണ്. കാരണം ടെക്നോളജി ടൂളായ AI ഉപയോഗിക്കുന്നു, പല ഭാഷകളിലും ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പം ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന സംഭവം വളരെ സീനിയറായിട്ടുള്ള പല ഉദ്യോഗസ്ഥർ, അതായത് ഗവൺമെൻറ് സർവീസിലും പല പോലീസ് ഉദ്യോഗസ്ഥരും ചില വീഡിയോകൾ എനിക്ക് അയച്ചു തന്നു. ഛത്തീസ്ഗഡിൽ ഒരു ആദർശ് സോണി എന്ന് പറയുന്നയാൾ ക്രൈസ്തവരെ കൊല്ലും എന്നും പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഉണ്ടാക്കി. അത് കുംഭമേളയ്ക്ക് ശേഷം ഓരോരുത്തരെയും നശിപ്പിക്കാൻ പോവുകയാണ്. അതേപോലെ തന്നെ ആന്ധ്രാപ്രദേശിൽ നിന്ന് അതേപോലൊരു വീഡിയോ വരുന്നു. ക്രൈസ്തവരെ മുഴുവനും മിഷണറിമാരെ മുഴുവനും ഞങ്ങൾ കൊല്ലാൻ പോവുകയാണ്. അതായത് സംഘപരിവാറിന് കാവി വസ്ത്രമൊക്കെയാണത്. അങ്ങനെ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട്, കാരണം എനിക്കൊരു 10-60 ഇതേപോലെയുള്ള വീഡിയോകൾ തന്നു. അതിൻ്റെ പ്രധാനമായിട്ട് ഹിന്ദിയിലുള്ള സംസാരങ്ങളാണ്. അപ്പം ആദ്യം ഇതിൻ്റെ ക്രോസ് ചെക്ക് ചെയ്യാൻ തീരുമാനിച്ചു, എന്താണ് ഈ സംഭവം. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന സ്റ്റേറ്റിലുള്ള ചില BJPക്കാരെ, RSSകാരെ അവരൊക്കെ വിളിച്ച് സംസാരിച്ചു. അപ്പം അവർ പറയുന്നത് ഇതുമായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ല, ഇങ്ങനൊരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ AI കുറച്ച് ടെക്നീഷ്യൻസൊക്കെ ഉണ്ട് അറിയാവുന്നവർ. അവർക്ക് ഈ വീഡിയോ ഒക്കെ അയച്ചു കൊടുത്തതൊന്ന് വെരിഫൈ ചെയ്യാൻ പറഞ്ഞു, ഫാക്റ്റ് എന്താണ് ഈ സംഭവം. അവരൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് മുഴുവനും AI ഉണ്ടാക്കിയതാണ്. അതായത് ഞാൻ കൊടുത്ത 10-50 വീഡിയോകൾ മുഴുവനും AI ഉണ്ടാക്കിയതാണ്. അതായത് സോഷ്യൽ മീഡിയയിൽ വാട്സപ്പിൽ കൂടെ മറ്റും ടെലഗ്രാമിൽ കൂടെ ഇത് പോകുന്ന വീഡിയോകൾ, അതായത് സർക്കുലേറ്റ് ചെയ്യുന്ന വീഡിയോകൾ മുഴുവനും AI ടൂൾ ഉപയോഗിച്ച് കള്ളത്തരം രീതിയിൽ ക്രിസ്ത്യാനികളെയും ഇവിടുത്തെയുള്ള ഹിന്ദുക്കളെയും തമ്മിൽ അടുപ്പിക്കാൻ ഉണ്ടാക്കിയൊരു സാധനമാണ്. ഉറപ്പായിട്ടും ഇതിൻ്റെ പുറകിൽ സുഡാപ്പികൾ തന്നെയാണ്. അതെ, ഇത്രയേ ഉള്ളൂ. രാജ്യത്ത് ഹിന്ദു ക്രിസ്ത്യൻ മതവിഭാഗങ്ങളെ പരസ്പരം തമ്മിൽ തെല്ലിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ സുഡാപ്പി ഭീകരന്മാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ രാജ്യത്ത് തന്നെ മുതിർന്ന മാധ്യമ പ്രവർത്തകനായിട്ടുള്ള മാത്യു സാമുവൽ സാർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. ഇത് ആരാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത്? ഇപ്പോൾ ഏകദേശം രാജ്യത്തെ രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥന്മാർക്കും അതോടൊപ്പം തന്നെ പോലീസ് വിഭാഗത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ആളുകൾക്കും ഇപ്പോൾ ഇത് മനസ്സിലായിരിക്കുകയാണ്. രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും ഇത് വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന് ഹിന്ദു മതവിഭാഗവുമായിട്ട് കൂടിച്ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ പ്രധാനമായിട്ട് ഈ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോടുള്ള ഹിന്ദു സമൂഹത്തിന് പുറമേ വരുന്ന ന്യൂനപക്ഷങ്ങൾക്കുള്ള ഒരു വലിയ ഒരു പിന്തുണ, അത് ഏറി വരുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ആ സംവിധാനത്തെ തകർത്തെറിയുക എന്നുള്ളത് തന്നെയാണ് ഈ ഭീകരന്മാരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. AI സംവിധാനം അല്ലെങ്കിൽ പുതിയ ഈ ഒരു ടെക്നിക്കൽ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തിനകത്തും പുറത്തുമായിട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക. അപ്പോൾ ഇതെല്ലാം കാണുന്ന സമയത്ത് വിദേശ രാജ്യങ്ങളടക്കമുള്ള ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് നിൽക്കുന്ന അവിടെയുള്ള ആളുകൾക്ക് പോലും പൂർണ്ണമായിട്ടും ഇവിടെയുള്ള സർക്കാരിനോടും അല്ലെങ്കിൽ ഇവിടെയുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടുള്ള BJPയോടും നരേന്ദ്രമോദിയോടും എല്ലാം വലിയ തരത്തിലുള്ള ഒരു വിരോധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം. ഇത് ഇവർ ആദ്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. ഇപ്പൊ നമ്മുടെ ഒരു ചെറിയൊരു വിഷയം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഭീകര സ്വഭാവമുള്ള ജിഹാദി ഗ്രൂപ്പുകൾക്ക് ഇവര് പ്രധാനമായിട്ട് ഏത് പ്രദേശത്ത് ഒരു സംഘർഷം ഉണ്ടായാലും ആ സംഘർഷത്തെ അവരുടെ വിഷയത്തിൽ നിന്ന് മാറ്റിയെടുത്തുകൊണ്ട് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഭൂരിപക്ഷ വിഭാഗത്തെയെല്ലാം വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലേക്കുള്ള നിലപാടുകളാണ് എടുക്കുന്നത്. ഒരു സംശയവുമില്ല. ഇത് ഒരു സമയത്ത് നമ്മുടെ കേരളത്തിലുള്ള ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ ഇതുപോലുള്ള സ്വഭാവം കാണിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ TP ചന്ദ്രശേഖരൻ കൊലപാതകത്തിൽ ആ കൊലപാതകം ചെയ്യാൻ വന്ന ഇനോവ കാറിലൊക്കെ ഒട്ടിച്ചിരുന്ന വിഷയമൊക്കെ എന്താണെന്നുള്ളത് നമ്മളെല്ലാവരും പലവട്ടം ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്വഭാവ രീതികളുള്ള കമ്മ്യൂണിസ്റ്റ് ഭീകരന്മാരും അതോടൊപ്പം തന്നെ സുഡാപ്പി ഭീകരന്മാരും നമ്മുടെ നാട്ടിലുണ്ട്. ഇവരെ പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഈ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന്റെ അകത്ത് വലിയ രീതിയിൽ തന്നെ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുക, അതിലൊരു തർക്കമില്ല. അപ്പോൾ നിരന്തരമായിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പോൾ ഇതിലേറ്റവും പ്രധാനമായിട്ട് എടുത്തു വെക്കുന്നത് കുംഭമേളയാണ്. ഇപ്പൊ 62
കോടി ആളുകൾ 62 കോടി ആളുകൾ അവിടെ എത്തിയിരിക്കുന്നു, കുംഭമേളയിൽ വന്ന് സ്നാനം ചെയ്തു പോയിരിക്കുന്നു എന്നുള്ളതാണ് അവസാനമായിട്ട് വരുന്ന റിപ്പോർട്ടുകൾ. ഇനി അതിന്റെ പൂർണ്ണ രൂപമൊക്കെ വരുന്ന സമയത്ത് അതൊരു 65-70 എന്ന് പറയുന്ന ആ ഒരു സംഖ്യയിലേക്കൊക്കെ എത്താനുള്ള സാധ്യത കൂടി ഉണ്ട് എന്നുള്ള രീതിയിലേക്ക് അധികൃതർ പറയുന്നു. അപ്പോൾ കുംഭമേള വലിയ രീതിയിൽ ചർച്ചയാവുകയും ഇത്രയും കാലത്തിനിടയിൽ ഇന്ത്യ മഹാരാജ്യമോ ലോകമോ പോലും കാണാത്ത തരത്തിലേക്കുള്ള ഒരു വലിയൊരു ഫെസ്റ്റിവലാക്കി മാറ്റുക എന്നുള്ള ഒരു വലിയ ദൗത്യം, അത് യോഗി ആദിത്യനാഥും നരേന്ദ്രമോദിയും കേന്ദ്ര സംസ്ഥാന സംവിധാനങ്ങളടക്കം ഒന്നിച്ചു ചേർന്നുകൊണ്ട് തന്നെ ഇതൊരു വലിയ വിജയമാക്കി എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ വലിയ രീതിയിൽ തന്നെ കുരുപൊട്ടി ഒലിച്ചുകൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തുള്ള ഈ സുഡാപ്പികളെ സംബന്ധിച്ച് എവിടെ ഏതെല്ലാം തരത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് ഇവർക്കുള്ള ഒരു തർക്കമില്ല. ഇതിന്റെ ഉദാഹരണങ്ങൾ നിരവധി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുംഭമേള നടക്കുന്ന സ്ഥലത്ത് സ്ത്രീകൾ കുളിക്കുന്ന കുളിക്കടവിൽ പോയിട്ട് ഒളി ക്യാമറ വെച്ചുകൊണ്ട് അവരുടെ വീഡിയോസ് എടുക്കുക, അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുക. ഇങ്ങനെ അതോടൊപ്പം തന്നെ സന്യാസി വര്യന്മാർ സംസാരിക്കുന്ന സമയത്ത് ആദ്യം സന്യാസിമാരോട് ഹിന്ദു ധർമ്മത്തെയും സനാതന ധർമ്മത്തെയും പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. പിന്നെ ഈ വസ്ത്രം ധരിക്കാതെ നടക്കുന്നത് പൊതുസമൂഹത്തിനും അല്ലെങ്കിൽ ഇവിടുത്തെ ആളുകൾക്ക് അത് സ്വീകരിക്കാൻ പറ്റുമോ, ഈ കാലഘട്ടം മാറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പതുക്കെ ഈ സന്യാസി വര്യന്മാരെ പോലും പൊതുസമൂഹത്തിനിടയിൽ അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ടുള്ള കലാപരിപാടികൾ സംസാരിച്ചുകൊണ്ട് ഇവർ വരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകൾ കുംഭമേള നടക്കുന്ന പ്രദേശത്തുണ്ടായിരുന്നു. സന്യാസിമാരുടെ വേഷം ധരിച്ചുകൊണ്ട് ഒരു 4 സുഡാപ്പികൾ അവിടെ വന്നു. അവരെ കയ്യോടെ തന്നെ സന്യാസിമാരും പോലീസും കൂടി പിടിച്ച് കൊണ്ടുപോകുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ സൃഷ്ടിക്കുക, എന്തോ ഒരു പ്രത്യേക അസ്വസ്ഥത ഈ ഭീകരവർഗത്തിനുണ്ട്. ഇത് ഏതെല്ലാം തരത്തിൽ പ്രയോഗിക്കാൻ ശ്രമിച്ചിട്ടും എല്ലാം പരാജയപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ അവസാനത്തെ ഒരു സംവിധാനമാണ് ഇപ്പോൾ AI സംവിധാനങ്ങൾ വെച്ചുകൊണ്ട് ഒരാൾ നിന്ന് സംസാരിക്കുകയാണ്, കുംഭമേളയ്ക്ക് ശേഷം ഇവിടെയുള്ള ക്രൈസ്തവരെ ഞങ്ങൾ കൊന്നുകളയുമെന്നുള്ള രീതിയിലേക്കൊക്കെയുള്ള പ്രസ്താവനകൾ. അപ്പോൾ ഇത് ഫേക്ക് ആയിട്ടുള്ളൊരു സംഭവമാണ്. രാജ്യത്തിന്റെ അകത്ത് ഇതുപോലെ വലിയ രീതിയിൽ ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ പരസ്പരം തമ്മിത്തല്ലിക്കുക എന്നുള്ള നയമാണ്. ഇത് രാജ്യസ്നേഹികളായിട്ടുള്ള നമ്മളെല്ലാവരും ഇത് മനസ്സിലാക്കുക. ഇത് എവിടെ നിന്നാണിത് പുറത്തേക്ക് വരുന്നത്? ഇപ്പൊ പൗരത്വ ഭേദഗതി ബില്ല് പാസ്സായ സമയത്ത് ഇവർ പറഞ്ഞെന്താണ്, ഇന്ത്യ മഹാരാജ്യത്തെ മുസ്ലിങ്ങളെ മുഴുവൻ ചവിട്ടി പുറത്താക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ മോദിയും എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ബില്ലാണ് അല്ലെങ്കിൽ ഒരു നടപടിയാണ് ഈ പൗരത്വ ഭേദഗതി ബില്ല് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ പൗരത്വ ഭേദഗതി ബില്ല് ഇവിടെ പാസ്സായതിനു ശേഷം ഒരാളെങ്കിലും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ഇസ്ലാം മത വിശ്വാസിയെ കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും. അപ്പോൾ ഇവിടെ എന്താണ് ഈ പറയുന്ന സുഡാപ്പി ഭീകരന്മാർ പൂർണ്ണമായിട്ടും ഈ വർഗീയത നിരന്തരം പ്രചരിപ്പിക്കുക, ഈ വർഗീയത പ്രചരിപ്പിച്ചുകൊണ്ട് വലിയ ഒരു വിഭാഗം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക, അതോടൊപ്പം ഇവരെ എല്ലാവരെയും കേന്ദ്ര സർക്കാരിന്റെ എതിരാളികളാക്കി മാറ്റുക അല്ലെങ്കിൽ BJPയുടെ എതിരാളികളാക്കി മാറ്റുക, മോദിയെ ശത്രുപക്ഷത്ത് നിർത്തുക. ഇതിനു വേണ്ടിയിട്ടുള്ള നിരന്തരമായിട്ടുള്ള ശ്രമങ്ങളാണ് ഇവർ നടത്തിപ്പോരുന്നത്. അപ്പോൾ ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് രാജ്യസ്നേഹികളായിട്ടുള്ള നമ്മളെല്ലാവരും ഇതിനെ തടയുന്നതിനായിട്ട് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഫേക്ക് ആയിട്ടുള്ള വാർത്തകൾ വരുമ്പോൾ ഇവരെ നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് നമ്മളെല്ലാവരും മാറുക, നമ്മുടെ ചിന്തകളെ മാറ്റുക. അല്ലാതെ മറ്റൊരു മാർഗമില്ല. ഒറ്റയടിക്ക് ഇതുപോലുള്ള സംഭവങ്ങളുള്ള ഒരു സമയത്ത് ഇതങ്ങോട്ട് പെട്ടെന്ന് തന്നെ വിശ്വാസത്തിലെടുക്കുന്ന ചില ആളുകളുണ്ട്. അപ്പോൾ അവരോടാണ് അവർ പൂർണ്ണമായിട്ടും യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാതെ നിലപാടുകൾ എടുക്കരുത്. ഒരു കാരണവശാലും ഈ സുഡാപ്പി ഭീകരന്മാരുടെ ഫേക്ക് ആയിട്ടുള്ള നിലപാടുകളിൽ ചെന്ന് വീഴാനായിട്ട് ഒരു കാരണവശാലും അതിനെ അനുവദിച്ചു കൊടുക്കരുത്. അങ്ങനെ ഒരു സംവിധാനത്തിന്റെ ഭാഗമാകാനായിട്ട് പാടില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സമയത്ത് ഇവിടെ ബോധ്യപ്പെടുത്താൻ പോകുന്നത്.